നിർബന്ധമായും ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആണിത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ MDMA ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മാർഗ്ഗങ്ങളാണ് ഇത്. നിങ്ങളുടെ കുട്ടികളിൽ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ കാലത്ത് 5ലും 6ലും അടക്കം അതിന് മുകളിലേക്കുള്ള കുട്ടികളൊക്കെയും MDMA ഉപയോഗിക്കുന്നു. സഹോദരിക്ക് കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായി നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നിരീക്ഷിക്കണം. അവരിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഒരു നോട്ട് ഇങ്ങനെ നല്ല രീതിയിലുള്ള നോട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഇവിടെ നടക്കിലൊരു മടങ്ങി വീണ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് ഇങ്ങനെ കണ്ട ഇതേപോലെ നിൽക്കുന്ന ഒരു നോട്ട് എങ്ങനെയും വീട്ടിൽ കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ലൈനിൽ നടുമടങ്ങിയിട്ട് നോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നശിച്ച് ചുളുങ്ങിയിട്ടുള്ളതല്ല, അത് വേറൊരു രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആവശ്യമില്ലാത്ത ഡെബിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത ATM കാർഡ്സ് ഡെബിറ്റ് കാർഡൊക്കെ ഒരു ഓവറായിട്ട് ഇപ്പൊ നമ്മുടെ മക്കളുടെ റൂമിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ നടുമടങ്ങിയ നോട്ടുകളൊക്കെ എവിടെയും ആവശ്യമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലിപ്പ് ലോക്ക്, നമ്മുടെ ഈ ഒരു ചെറിയൊരു പാക്ക് ഉണ്ടാവുമല്ലോ ഫ്ലിപ്പ് ലോക്ക്, അതൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവരെന്തായാലും ലഹരിക്ക് അടിമപ്പെട്ടുള്ള. അതായത് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന നോട്ടുകൾ നിങ്ങൾ പരിശോധിക്കണം. അത് നടുക്കൂടെ മടക്കിയിട്ടുള്ളതാണോ അല്ലയോ എന്ന് നോക്കണം. അങ്ങനെ മടക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, യാതൊരു കേടുപാടുകളും വരാതെ നോട്ടുകൾ നടുക്കൂടെ മടക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ MDMA അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ആവശ്യമില്ലാത്ത യൂണോ കാർഡുകൾ, ചീട്ട്, അതുപോലെ ഈ കാർഡുകൾ, ഫ്ലിപ്പ് കാർഡുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, എന്തിനാണ് ഇത് കൊണ്ടു നടക്കുന്നത്, അതിന് നടുക്കൂടെ മടക്കവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ചോദ്യം ചെയ്യണം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവരുടെ രക്തം പരിശോധിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളതിനകത്തൊരു നാണക്കേടും വിചാരിക്കരുത്. നിങ്ങളത് പോലീസിനെ അറിയിച്ചിട്ട് ബാക്കി തുടർ നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. നാളെയും നിങ്ങളുടെ കുട്ടികൾ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ബാഗ്, അവരുടെ ഡ്രോയർ, അങ്ങനെ അവരുടെ റൂമും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അവരുടെ ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായി തന്നെ നിർബന്ധമായി തന്നെ ചെക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകണം. നമ്മുടെ കുട്ടികൾ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ തന്നെ മുൻകൈ എടുത്തേ മതിയാവത്തുള്ളൂ.